ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 4 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വൈകുന്നേരം കണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയും പിറ്റേ ദിവസമൊക്കെ കുറച്ച് ഈസി ആകാറുണ്ട് ജോലികളൊക്കെ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ദേവുടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം എടുക്കുകയാണ്. അപ്പോൾ കേശുവിന് വേണ്ടാന്ന് പറഞ്ഞു. രാവിലത്തെ ദോശ ഇരിപ്പുണ്ടായിരുന്നു, അതും കുറച്ച് ചമ്മന്തിയും കൂടെയാണ് കൊടുക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ രാവിലത്തെ ഭക്ഷണം തന്നെയാണ് കേട്ടോ വൈകുന്നേരം അവർ വരുമ്പോഴത്തേക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാഗി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ ചോറ് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാറുണ്ട് കേട്ടോ. മക്കൾ വൈകുന്നേരം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളത്. അതുവരെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കാമല്ലോ. എവിടേക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അതേ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഞാൻ കഴുകി പുറത്ത് ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു കിറ്റിലാക്കി വയ്ക്കണം. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന സമയത്ത് അതെടുത്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ഇവിടെ കവറുകളൊക്കെ എല്ലാം കഴുകി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ പാലിൻ്റെ കവറൊക്കെ ഉണക്കാതെ വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കവറുകളും ഞാൻ ഇങ്ങനെ കഴുകി തന്നെയാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമൊന്നും മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ അപ്പുറത്തെ പുരയിടത്തിലെ ഇലകളെല്ലാം എന്താ നമ്മുടെ ഇങ്ങോട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് ഈ വാഴയുടെ ഇലയുടെ തണലും കൊണ്ട് തുണികൾ ഉണങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സമയം ഒരു 4:15 ആയിട്ടുണ്ടേ. ഇപ്പോഴാണ് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്കും ഈ വാഴയുടെ ഇലയൊക്കെ മുഖത്ത് കയറി തട്ടാറുണ്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ വെട്ടിക്കളയും, എങ്കിലും ബാക്കി വളർന്നു വരുന്ന ഇലകളൊക്കെ വീണ്ടും താഴോട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെ എല്ലാവരുടെയും ചെരുപ്പ് വന്ന ഉടനെ ഊരിയിടുന്നത് ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കിടക്കും. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ എന്താ ഇവിടെ വീണ്ടും അടിച്ചു വരുന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ട്, പോയില്ല. അതാണ് ചേട്ടൻ്റെ ചെരുപ്പ് അവിടെ തന്നെ ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. ഇപ്പോൾ പോകുന്ന നേരത്ത് എടുത്ത് ഇട്ടുകൊണ്ട് പോകും. പിന്നെ ഇപ്പം വെയിൽ ചൂട് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ ഇലകളുണ്ട്. ഞാനിപ്പോൾ കൂടുതലാണെന്ന് പറയുന്നെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് അടിച്ചു വാരാനുണ്ട് കേട്ടോ. കുറച്ച് തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് സോപ്പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പേ തലയുണ്ടിയിൽ ഒന്ന് എണ്ണ തേച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പോയി കുളിച്ചാൽ മതിയല്ലോ. മിക്കവാറും രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ തുണിയൊക്കെ കഴുകുന്നത്. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ വെയിലുള്ളത് കാരണം വൈകുന്നേരം കഴുകിയാലും കുഴപ്പമൊന്നുമില്ല, കിടന്ന് ഉണങ്ങിക്കോളും. പിന്നെ ആ വാഴയൊക്കെ നിൽക്കുന്ന സൈഡിൽ ഒരുപാട് വെയിലടിക്കില്ല എങ്കിലും ഇപ്പോൾ ചൂടൊക്കെ ആയത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴയുള്ള സമയത്തായിരിക്കും തുണികളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര പാട് കേട്ടോ. ആ സമയത്തായിരിക്കും ഞാൻ തുണികളൊക്കെ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. പിന്നെ മുകളിൽ വിരിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ കയറിപ്പോകുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് മടിക്കും. പിന്നെ ഇവിടുന്ന് കഴുകിയിട്ട് അങ്ങ് കൊണ്ട് ഏറ്റവും മുകളിൽ കൊണ്ട് കയറേണ്ടി വരും. ഇവിടുന്ന് ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ അവിടെ സൈഡിൽ അശകെട്ടി ചെയ്തത്. പിന്നെ താഴെ ആകുമ്പോഴത്തേക്കും താഴെന്ന് തന്നെ നമുക്ക് തുണികളൊക്കെ കഴുകിയിട്ട് അവിടെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് അങ്ങ് വിരിച്ചിടാമല്ലോ. മുമ്പ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നപ്പോൾ അത് മുകളിലാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് കഴുകിയിട്ട് മുകളിൽ കൊണ്ട് വിരിക്കാറാണ് പതിവ്. ഇവിടെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള തുണികൾ ഞാൻ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ കൊണ്ടുവന്ന് വിരിച്ചത്. അപ്പോൾ തുണികളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ ഇവിടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. മുറ്റം അടിച്ചതിന് ശേഷം ഞാൻ വീടിൻ്റെ അകം അടിച്ചു വരുന്നത്. ഞാൻ ഇവിടെ മുറ്റം അടിച്ച് പുറത്തേക്ക് അങ്ങ് ഇറക്കാറില്ല കേട്ടോ. തൂത്ത് പുറത്തേക്ക് കളയാറില്ല. ഞാനത് അടിച്ച് വാരി എടുത്ത് ചവറ് കോരിയിട്ട് ഞാൻ പുറത്തേക്ക് കൊണ്ട് കളയാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ മുറ്റം അടിച്ചതിന് ശേഷം ഞാൻ വീടിൻ്റെ അകമൊക്കെ ഒന്ന് തൂത്ത് വരുന്നത് കേട്ടോ. പിന്നെ എന്താ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് കഴുകി വെച്ചതാണ്, അതൊന്നും പറക്കി വെച്ചിട്ടില്ലായിരുന്നു. ഒന്ന് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം മാത്രമേ ഞാൻ പാത്രങ്ങൾ അകത്തേക്ക് എടുത്ത് വയ്ക്കാറുള്ളൂ. അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ, അതായത് സ്ഥാനങ്ങളിലേക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് രാത്രി കുറച്ച് ഈസിയാണ് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനൊക്കെ കാണുകയുള്ളൂ. ഈ സമയത്ത് തന്നെയാണ് ഞാൻ ഫുഡൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഫുഡുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ കളയാനുള്ളതാണെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. അങ്ങനെയൊക്കെ ഈ സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പം വെള്ളം കുടിയുടെ അളവൊക്കെ കുറേ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് 2-3 പ്രാവശ്യം ഈ പാത്രത്തിൽ തന്നെ തിളപ്പിക്കും
കഴിക്കേണ്ടി വരും. ബാക്കി വന്ന കുറച്ച് ചോറ് ഞാൻ വേറെ കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറികളൊക്കെ ബാക്കി വന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്നത്തെ ഉച്ചത്തെ കറിയാണ്. ഉച്ചത്തെ കറി അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കളയുകയാണ് കേട്ടോ. അതിനി വച്ചിരുന്നാൽ ഇനി കൊള്ളൂല. ഇപ്പം 2 ദിവസത്തേക്ക് മാത്രമേ ഞാൻ അങ്ങനെ എടുക്കാറുള്ളൂ. ഇപ്പം ഇന്ന് വയ്ക്കുകയാണെങ്കിൽ നാളെയും കൂടെ എടുക്കും. അങ്ങനെ ബാക്കി ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അന്നന്ന് വെച്ച് കഴിക്കാറാണ് പതിവുള്ളത്. പിന്നെ ബാക്കി വന്ന ആ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുകയാണ്. പിന്നെ അവിടെ ആ പാത്രങ്ങളൊക്കെ കഴുകി വച്ചതിന് ശേഷം ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറവും ആ ചുമരിൻ്റെ ആ ഭാഗവും ഒക്കെ ആ ടേലൊക്കെ നല്ലോണം ഒന്ന് സോപ്പ് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തേച്ചെടുക്കുകയാണ്. കാരണം ഇതുവരെ ഞാൻ കുക്ക് ചെയ്തതിൻ്റെയും പിന്നെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അരിഞ്ഞതിൻ്റെയും കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ അവിടെ സൈഡിലൊക്കെ തെറിക്കാറുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ സമയത്ത് തന്നെയാണ് ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം തുണിയൊക്കെ കഴുകി ഒന്ന് മുറുക്കി പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് തുടച്ചെടുക്കണം. കാരണം ഈ സോപ്പിട്ട് തേച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്റ്റെയിൻ അവിടെ ഉണ്ടാകും കേട്ടോ, തേയില്ലേ. അതുകൊണ്ട് ആണ് ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ തുടച്ചെടുത്തത്. പിന്നെ ആ സൈഡ് തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഇപ്പുറത്തെ സൈഡും കൂടെ വന്നിട്ടുണ്ട്. അടുപ്പിൻ്റെ ഭാഗത്തോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ്. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ തുടച്ചിടുമെങ്കിലും എനിക്ക് വൈകുന്നേരമാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ ഇവിടെ നീറ്റായിട്ട് ഒന്ന് തുടച്ചിടാറുള്ളത്. ഇനി എനിക്ക് രാത്രിയിലത്തെ ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അത് അധികം ഇവിടെ ഒന്നും തിരക്കാതെ സൂക്ഷിച്ച് ചെയ്താൽ മതി. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നീറ്റായി കിടക്കുകയും ചെയ്യും. രാത്രിയിൽ അധികം പണി ഉണ്ടാവുകയും ഇല്ല. ഇപ്പോൾ ഇതേ കൗണ്ടർ ടോപ്പിൻ്റെ പുറവും ആ ടേലും ഒക്കെ നല്ലോണം നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ചെറുതായിട്ട് ഒരു ഒരുങ്ങലുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഒരുങ്ങാറുണ്ട്. വലിയ മേക്കപ്പ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഒരു പൊട്ടും പിന്നെ പുരിയവും ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുങ്കുമക്കുറിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരുങ്ങലൊക്കെ ദേ ഇവിടെ കഴിഞ്ഞു. എത്ര കുളിച്ചാലും മതി വരാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. കുളിച്ച് കഴിഞ്ഞാലും ചൂടിന് ഒരു കുറവുമില്ല. ഇനി മുടിയും കൂടെ ഒന്ന് കെട്ടിയിട്ട് നേരെ വിളക്കൊരുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പം വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴിയുന്നതിന് ശേഷം പെട്ടെന്ന് വിളക്ക് എത്തിക്കണം. ഇപ്പം 6:30 കഴിയുമല്ലോ നേരെ ഇരുണ്ട് വരാനായിട്ട്. ഇനി ഒരു അരമണിക്കൂർ വിളക്ക് എത്തിക്കലും നാമം പറച്ചിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ സമയം പോകാറുള്ളത്. മുമ്പ് ഞാൻ ഫസ്റ്റ് മോട്ടാണ് കേട്ടോ വിളക്ക് തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ സോപ്പിട്ടാണ് കഴുകുന്നത്. അങ്ങനെ വിളക്കൊക്കെ തേച്ചുകൊണ്ട് വന്നിട്ട് വിളക്ക് കത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ ഉണ്ട്. ഈ വിളക്കിൻ്റെ പുകയടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ മുകളിൽ ആ ഭാഗമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. തടിയാണ്. നമുക്ക് ഈ കൃഷ്ണൻ്റെ ആ വിഗ്രഹവും ഒക്കെ വച്ചിരിക്കുന്നത് ഒരു തടി കൊണ്ടുള്ള ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നനഞ്ഞ തുണി വെച്ച് അങ്ങനെ തുടയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഞാൻ നാമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാമം പറഞ്ഞു കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇവിടെ നാമം പറയാറുണ്ട്. മക്കളും വരും കേട്ടോ നാമം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്കും അവർ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് വരില്ല. അങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം. അപ്പോൾ പൂജാമുറിയിലെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നേരെ കിച്ചണിലേക്ക് വന്നേ. കിച്ചണിൽ നമുക്കിന്ന് രാത്രി പനീർ കറിയാണ്. പനീർ മസാലയും പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഒരടുപ്പിൽ ഞാൻ പനീർ കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റിയതിന് ശേഷം സവാള ഇട്ട് ഒന്ന് വഴറ്റി നല്ലവണ്ണം വഴണ്ടി വരുന്നത് വരെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചപ്പാത്തിയും കൂടെ ചുടുന്നുണ്ട്. കേശു വന്നത് കേശുവിന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അവൻ വൈകുന്നേരം വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തിയും കൂടെ വച്ചിട്ടുണ്ട്. പിന്നെ നടുക്കത്തെ അടുപ്പിൽ ഞാൻ ചായ ഇടാൻ വേണ്ടിയിട്ട് വച്ചേക്കുകയാണ്. ചായ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചായ കുടിക്കാറുണ്ട്. അതുകൊണ്ട് 2 നേരം നമുക്കിവിടെ ചായ ഇടണം. 3 അടുപ്പുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം അടുപ്പിലോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് എല്ലാം ആയിക്കോളും. പിന്നെ ചായ തിളയ്ക്കാറായതുകൊണ്ട് ഞാൻ അതിലേക്ക് ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ ഇവിടെ രാത്രി ചുണ്ടൻകടലയാണ് കേട്ടോ കഴിക്കുന്നത്. ചുണ്ടൻകടല വേവിച്ച് കടുക് എടുത്ത് അങ്ങനെയാണ് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കഴുകി അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്. അപ്പോൾ അതവിടെ ഇരുന്ന് അങ്ങ് വെന്തോളും. ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി കുറച്ച് നമുക്ക് മാത്രം മതി. ചേട്ടന് വേറെ കടലയല്ലേ കഴിക്കുന്നത്, അപ്പോൾ ചേട്ടന് അതാണ് കൊടുക്കുന്നത്. ഇപ്പം പനീർ ഞാൻ ഇവിടെ പനീർ റോസ്റ്റ് ചെയ്തല്ല കേട്ടോ ഇടുന്നത്, അല്ലാതെയാണ് ഇടുന്നത്. ഇപ്പം റോസ്റ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും എന്തോ ഒരു ടേസ്റ്റ് വേറെ വ്യത്യാസമുള്ളത് പോലെ തോന്നാറുണ്ട്.
അതുകൊണ്ട് ഞാൻ അല്ലാതെയാണ് ഇടുന്നത്. പിന്നെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആ ഉള്ളിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിട്ട് തക്കാളിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മാറ്റി വെച്ചിരുന്ന പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം ഇത് തിള വന്നതിന് ശേഷം വെള്ളവും തക്കാളിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ പാലൊഴിച്ച് കൊടുത്തത്. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് 2 തണ്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ പുറത്തൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പനീർ ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ചായ തിളച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. കടല അടുപ്പിൽ വെച്ചത് അത് വിസിൽ കേൾക്കാറായിട്ടുണ്ട്. കറിയായി, ചപ്പാത്തിയായി. ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റാം. കേശുവിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ ചപ്പാത്തി എടുക്കുകയാണ്. ചപ്പാത്തിയും കറിയും കൂടെ കോരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും. ഞങ്ങൾക്ക് ഇപ്പം വേണ്ട, ദേവുട്ടിക്ക് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞ് അവൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അവൾ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചല്ലോ. പിന്നെ ചേട്ടൻ വന്നപ്പോഴത്തേക്കും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ഭക്ഷണം അവൾക്ക് ഇത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ആ പാക്കറ്റ് ഫുള്ള് തീർത്തിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി വേറൊന്നുമില്ല. ഇനി ഭക്ഷണം കഴിക്കണം, കിടന്നു ഉറങ്ങണം. പിന്നെ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ കിച്ചണൊക്കെ ഇവിടെ നീറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രമൊക്കെ കഴുകി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.